വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 7 മുതൽ 12 വരെയുള്ള വാക്യം. കടൽ തീരത്തെ അത്ഭുതങ്ങൾ. യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദയ, ജെറൂസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി. ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുൻപിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. കടൽക്കരയിലെ മഹാസമ്മേളനത്തിലെ യേശുവിന്റെ സാന്നിധ്യം. യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ഒരിക്കൽ തന്റെ ശിഷ്യന്മാരുമൊത്ത് കടൽക്കരയിലേക്ക് ഒരു യാത്ര ചെയ്തതിന്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. യേശു കടൽക്കരയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ ഗാലിലയിൽ ഉള്ള ആളുകളിൽ വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു എന്ന് സുവിശേഷകൻ നമ്മോട് പറയുകയാണ്. എല്ലാവരും കടൽക്കരയിലെത്തി. യേശു കടൽക്കരയിലെത്തി എന്ന ആ വാർത്ത പെട്ടെന്ന് ചുറ്റുപാടിലും പരന്നു. സുവിശേഷകനായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു വരുന്നു, സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും കേട്ടവരെ യേശുവിനെ ഒന്ന് കാണാനും കേൾക്കാനും ചില സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും ഒക്കെയായി അങ്ങ് ഒഴുകിയെത്താൻ തുടങ്ങി എന്ന് പറഞ്ഞ് പറയാം. കടൽക്കര ജനനിബിഡമായി തീർന്നു. യേശുവിന് തന്നെ വിസ്മയം തോന്നത്തക്ക വിധത്തിലുള്ള ജനസഞ്ചയമായി തീർന്നു. ഒരു സമ്മേളന വേദി എന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞു. ഈ അവസരത്തിലാണ് യേശുവിന്റെ യാഥാർത്ഥ്യബോധവും ദീർഘവീക്ഷണവും വളരെ തെളിവാർന്ന രീതിയിൽ നമുക്ക് കാണാനാകുക. യേശു തന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, തക്കതായിട്ടുള്ള ഒരു വള്ളം സജ്ജീകരിച്ച് കടലിൽ ഒരുക്കി നിർത്തുക. കാരണം ഇത്രയും വലിയ ജനക്കൂട്ടത്തിൽ എന്തെങ്കിലും തിക്കിലും തിരക്കിലും പെട്ട് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെ എന്തെങ്കിലും ജനങ്ങൾക്ക് സംഭവിച്ചാൽ ഉടനെ തന്നെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവരെ മാറ്റുന്നതിനും വേണ്ടി ഉദ്ദേശിച്ചായിരിക്കാം, ഒരു ആംബുലൻസിന്റെ സഹായം എന്ന രീതിയിലും കൂടി ആയിരിക്കാം യേശു അങ്ങനെ തോണി സജ്ജീകരിച്ചു നിർത്താൻ ശിഷ്യന്മാരോടായിട്ട് ആവശ്യപ്പെട്ടത്. ഇതാണ് ആ ദീർഘവീക്ഷണത്തിന്റെ ആ യാഥാർത്ഥ്യബോധത്തിന്റെ തനിമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ജനങ്ങളോടായിട്ട് സംഭാഷിക്കുന്നു. തന്റെ പിതാവിനെ പറ്റിയും പിതാവിന്റെ രാജ്യത്തെ പറ്റിയൊക്കെ ജനങ്ങളോട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ കൗതുകപൂർവ്വം ആളുകൾ കേൾക്കുന്നു. അതിൽ തന്നെ പലതരം രോഗങ്ങളാൽ വിഷമിക്കുന്ന ആളുകള്, പലതരം വ്യാധികളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളും അതിന്റെ ഉള്ളിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ദുഷ്ടാരൂപിയുടെ നിയന്ത്രണത്താൽ ജീവിതം നയിക്കാൻ ഇടവരുന്ന ആളുകളും ആ സമ്മേളനത്തിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ ദുഷ്ടാരൂപിയുടെ പ്രേരണയാൽ ജീവിതം നയിക്കാൻ ഇടവരുന്ന വ്യക്തികള്, അവരെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പിശാച് ബാധിതർ എന്ന രീതിയിലാണ്. അവർ യേശുവിനെ തിരിച്ചറിയുകയും യേശു പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഏറ്റുപറയുകയും ചെയ്യാൻ ഇടവരുന്നു ആ വലിയ സമ്മേളന വേദിയിൽ. സമ്മേളനത്തിനിടയിൽ യേശു അവരെയൊക്കെ ശക്തമായ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കാണാം. ഇത്രയേറെ ജനബാഹുല്യവും ഇത്രയേറെ ജനങ്ങളുടെ ആവേശവും കാണിച്ചിട്ടുള്ള വളരെയധികം സമ്മേളനങ്ങളെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നില്ല. യേശുവിന്റെ തന്നെ ജീവിതത്തില് മറക്കാനാവാത്ത വിധത്തിൽ ഉണ്ടായ ഒരു സമ്മേളനവും ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് എന്ന രീതിയിലും കൂടെ
ഈ സമ്മേളനത്തെ ചിത്രീകരിക്കുന്നതിൽ തെറ്റില്ല. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് യേശുവിനോടുള്ള മതിപ്പിന്റെ തീവ്രത, ആ മതിപ്പിൽ നിന്നുണ്ടാകുന്ന ബഹുമാനവും ആദരവും, അങ്ങനെ അതിന്റെ ഇടയിൽ വലിയ ചാരിതാർത്ഥത്തോടുകൂടെ യേശു തന്റെ ദൗത്യ നിർവഹണം സാധിക്കുന്നതായിട്ടുള്ളൊരു ചിത്രം. പക്ഷേ കാലങ്ങളധികം കഴിഞ്ഞില്ല, സമുദായത്തിലെ നിക്ഷിപ്ത താല്പര്യം മുറുകെ പിടിക്കുന്ന ചില വ്യക്തികള്, ചില മതമൗലികവാദികള്, സമൂഹത്തിലെ നിഷ്കളങ്കരും ശുദ്ധമനസ്കരുമായിട്ടുള്ള ആളുകളെ യേശുവിൽ നിന്ന് മാറ്റി വിപരീതമായിട്ടുള്ള ആശയങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് യേശു ഒരു മതദ്രോഹിയാണെന്നും രാജ്യദ്രോഹിയെ കുറ്റം ചെയ്യുന്നവനാണെന്നും എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് യേശുവിനെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. അങ്ങനെ എല്ലാവരും എതിരായിട്ടുള്ള അവസരത്തിലും ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലും സ്ഥിതപ്രജ്ഞയോടുകൂടെ യാഥാർത്ഥ്യബോധം കൈവിടാതെ തത്വങ്ങളിൽ അധിഷ്ഠിതമായി തന്റെ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ആവുന്നത്ര നന്മ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇടവരിക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് തന്റെ അനുയായികൾ പഠിച്ചെടുക്കണം എന്നുള്ള സന്ദേശം ഇന്നത്തെ സുവിശേഷം വഴി നാം ഗ്രഹിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്.